അതുകൊണ്ട് ഇനിയിപ്പോൾ ദിവസങ്ങളേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫലമാണ് എക്സിറ്റ് പോളിലും പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് UDF നേതാക്കന്മാരെല്ലാവരും തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോളാണ്. കേരള കോൺഗ്രസിന്റെ ഒരു അസസ്മെന്റ് ആണ് എന്താണ്, എത്ര സീറ്റുകൾ പരമാവധി കിട്ടും മത്സരിച്ച്? ഇന്നലെ വെളിയിൽ വന്ന പോളനുസരിച്ച് 7 സീറ്റ് വരെ ജയിക്കാമെന്നുള്ളൊരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് 4-ാം തീയതി വരെ നോക്കി. നിങ്ങളുടെ കണക്ക് എങ്ങനെയാണ് ബൂത്തുകളെ കണക്കെടുത്തതിന് ശേഷം? ബൂത്തുകളെ കണക്കെടുത്തപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ്, അതായത് മേഖലയിൽ നിന്നുള്ള കണക്കുകൾ വരുന്നത്. ഒരു വലിയ UDF തരംഗമുണ്ടായാൽ 8 സീറ്റും ജയിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. UDF വലിയ രീതിയിൽ മുഖ്യമന്ത്രി ചർച്ചകൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. VD ആവണോ, KC ആവണോ, ചെന്നിത്തലയാവണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരസ്യമായിട്ട് വലിയ ചർച്ചകൾ, പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, അത് അഭികാമ്യമാണോ ഇത്? അത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. പിന്നെ ഒരു ജനാധിപത്യ പാർട്ടി ആകുമ്പോൾ ചർച്ചകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകപക്ഷീയമായ ഏകാധിപത്യമല്ലല്ലോ. പല നേതാക്കന്മാരുണ്ട്, കഴിവുള്ള നേതാക്കന്മാരുള്ള പാർട്ടി. അതിനകത്ത് സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ചർച്ചകളുള്ളൂ. അത് UDFന്റെ ഒരു മുന്നോട്ടുള്ള ഒരു സ്മൂത്തായിട്ടുള്ള, ശാന്തമായിട്ടുള്ള, ഒരു സൗഹൃദപരമായുള്ള രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരായ നേതൃത്വമുള്ള ഒരു മുന്നണി തന്നെയാണ് UDF. അത് കേരള കോൺഗ്രസിന് അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യങ്ങൾ മുമ്പേ ഇത്തരം ചർച്ചകൾ അത് പബ്ലിക്കിന്റെ ഇടയിൽ സംതൃപ്തി ഉണ്ടാക്കില്ല. തെരഞ്ഞെടുപ്പ് ഫലം പോലും വരുന്നതിന് മുമ്പ് അല്ല, ഇങ്ങനെ ഒരു ചർച്ച വന്നതുകൊണ്ട് നമ്മുടെ ഒരു പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതൊരു ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ല. അവര് ആ പാർട്ടിയിൽ ഒരു ആര് നേതൃത്വത്തിലേക്ക് വരണമെന്നുള്ള ചർച്ച ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ചർച്ചയുടെ ഭാഗമാണ് എന്ന് കടക്കൂട്ടിയിൽ മതിയല്ലോ. പാർട്ടി തന്നെ വിലക്കുന്നു, അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു, നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഒരു കാര്യവും അതിനെക്കുറിച്ച് ഒരു പരിധിയിൽ കൂടുതലൊന്നും അഭിപ്രായം പറയുന്നവരല്ല ഘടകകക്ഷികൾ. അത് അവർക്ക് കോൺഗ്രസ് പാർട്ടി ഉചിതമായ തീരുമാനം. ഘടകകക്ഷികൾക്ക് എന്താണ് ഒരു പുതിയ വികാരം, അതായത് ആരാവുന്നതായിരിക്കും മുഖ്യമന്ത്രി, ആരാവുന്നതായിരിക്കും നല്ലത്? പാർട്ടി ആരെ തീരുമാനിക്കുന്നു ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഈ പാർട്ടിയുടെ തീരുമാനം പറയേണ്ടത് പാർട്ടി ചെയർമാനാണ്. പക്ഷെ അതായിരിക്കുമല്ലോ ഒരു അതിന്റെ ഒരു കീഴ്വഴക്കം. അല്ലെങ്കിലും പാർട്ടി ആരെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പൊ ചെന്നിത്തലയാണോ അതോ VD ആണോ? കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പല പ്രസംഗങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ 5-6 ആളുകൾ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുണ്ട് എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഒരു ന്യൂനതയല്ല, മറിച്ച് ആ പാർട്ടിയുടെ ഒരു മേന്മയാണ്. മറ്റേത് പാർട്ടിയിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. മറ്റ് പാർട്ടികളിലൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കും, മറ്റ് മുന്നണികളിലും ഒരു നേതാവ് മാറിയ പിന്നെ അവർക്ക് പറയാനൊരു പേരില്ല. അത്രയും കഴിവുള്ള ആളുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു മേന്മ തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ചർച്ചകളുണ്ടാവും. ആ ചർച്ചകൾ കഴിയുമ്പോൾ നല്ല രീതിയിലേക്കുള്ള ഒരു തീരുമാനം എടുത്തു വരും. പരസ്പരം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ തൊടുപുഴയിൽ അടക്കം ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ ഓരോ ഇൻഡിവിജ്വൽ ചെയ്യുന്നതല്ലാതെ അതൊന്നും പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന സംഭവങ്ങളൊന്നും. ഘടകകക്ഷികളുടെ ഒരു നിലപാട് പരിഗണിക്കപ്പെടുമോ? എന്താ അഭിപ്രായം തേടുമോ? എന്താ UDF ഒരു ചർച്ച ചെയ്യുമോ? അതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. അത് പാർട്ടി നേതൃത്വമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് എത്ര മന്ത്രിമാർ വേണം എന്നുള്ളതായിരിക്കും. അതൊക്കെ 4-ാം തീയതി കഴിഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. അത് അർഹമായ പരിഗണന, മാന്യമായ പരിഗണന പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി നേതാക്കന്മാരെല്ലാം ഇതുവരെ പ്രതീക്ഷിച്ചിട്ടുള്ളത്. മോൻസി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇങ്ങനെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് മാന്യമായ. കാരണം UDF ഒരു സൗഹൃദപരമായി മുന്നോട്ട് പോകുന്നൊരു മുന്നണിയാണ്. അത് അർഹമായ മാന്യമായ പരിഗണന എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ടാവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.